ഹേയ് ഗുഡ് പീപ്പിൾ, നമുക്കിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കേട്ടോ. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുവാണ് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കണമെന്ന്. എന്നാൽ പിന്നെ ബ്രെഡ് പുഡിംഗ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ആദ്യമേ തന്നെ കുറച്ച് ഷുഗർ എല്ലാം കാരമലൈസ് ആക്കിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാത്രത്തിലാണെങ്കിൽ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കി എടുക്കുന്നത്. എന്നിട്ട് പിന്നെ ബാറ്ററിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സോസ് പാനകത്തിൽ 1.5 കപ്പ് പാലും 3 മുട്ടയും കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലർ ഇതിനകത്തിൽ വാനില എസൻസ് ഒഴിക്കുകയും ഞാൻ വാനില എസൻസ് ഇട്ടില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നല്ലതായിട്ട് ബീറ്റ് ആയി കഴിയുമ്പം അതിനകത്തോട്ട് കുറച്ചായിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടായി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ ആ കാരമൽ ഒഴിച്ചേക്കുന്ന പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ആ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യുമ്പം ആ ഒരു പാത്രം അടയ്ക്കാൻ മറക്കലില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റീം ചെയ്ത വാട്ടർ എല്ലാം അതിനകത്ത് വീണ് കൊള്ളാണ്ടായിപ്പോവും. അങ്ങനെ പിന്നെ ഒരു 35 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അതൊരു 2-3 മണിക്കൂർ നല്ലതായിട്ടൊന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു സംഭവം. ശരിക്കും കാണാൻ മാത്രമല്ല ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പുഡിങ് സെറ്റായതിൻ്റെ സന്തോഷം മാത്രമല്ലായിരുന്നേ, 1K സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടായിരുന്നേ. അപ്പം നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.